ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു സാമ്പാറാണ് വയ്ക്കുന്നത്. മുരിങ്ങക്കായും പരിപ്പും കൊണ്ടാണ് നമ്മൾ സാമ്പാർ വയ്ക്കുന്നത്. ഈ പരിപ്പ് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കൂടുതൽ പരിപ്പ് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കുറച്ച് പരിപ്പ് മതി. നമ്മൾ കുറച്ച് കൊത്തമര എടുത്തിട്ടുണ്ട്. കൊത്തമര സാമ്പാറിലിടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ പിടിക്കുമ്പോണ്ടല്ലോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം. 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, നമ്മൾ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു സവോള നമ്മളിത് ഇങ്ങനെ കട്ടിയിൽ ഇങ്ങനെ അരിഞ്ഞിട്ടേക്കാണ്. ഉള്ളി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒരു കഷ്ണം കായ ഇട്ട് കൊടുക്കാം, കട്ടക്കായ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്ര വെള്ളം മതി. നമുക്കൊരു 3 വിസിലടിച്ചെടുക്കാം. സ്റ്റവ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് കോൽപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പ് വെന്തു. നമുക്കിനി മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 3 മുരിങ്ങക്കായാണ് ഇത് ചേർത്തേക്കുന്നത്. ഇത് കുക്കറിൽ അടിക്കുകയൊന്നും വേണ്ട, അതിങ്ങനെ വെന്താൽ മതി. കുക്കറിലടിച്ച് വെന്ത് തവിട് പൊടിയായി പോകും. പിന്നെ ഇങ്ങനെ വെന്തെടുത്താൽ മതി. ലേശ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ തക്കാളിയും വഴുതനങ്ങയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾക്കിനി സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് സാമ്പാറെന്ന് പറയുമ്പോൾ നമ്മൾ ഗ്യാസാണത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ നല്ലതാണ്. നമ്മുടെ വയറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് വലുതായിട്ട് കരിഞ്ഞ് പോകാണ്ട് വറുത്തെടുക്കണം. നമ്മൾ ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ്. അതിനകത്ത് നമ്മൾ ജീരകവും ഉലുവ എല്ലാം ചേർന്നതാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. നമ്മൾ തീയലിനൊക്കെ വറുക്കില്ലേ, അത്രയ്ക്ക് അങ്ങോട്ട് മൂക്കണ്ട. ഈ ഒരു ലെവലിൽ നമ്മൾ എടുത്താൽ മതി. നമുക്കിനി മാറ്റി കൊടുക്കാം. തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. പുളി നമ്മൾ പിഴിഞ്ഞെടുത്തു. ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. അല്ല, ഇത്രയും സാമ്പാർ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് കലക്കി നമ്മൾക്ക് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കലക്കി എടുത്തിട്ടുണ്ട്. സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ അരച്ചും കൂടെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ, അതും കൂടെ അരച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ അരച്ചൊഴിച്ച് കൊടുക്കാം. ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാർ വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇതിട്ടാലേ നമ്മുടെ സാമ്പാർ നല്ലൊരു മണം കിട്ടുള്ളൂ. നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 4 ചെറിയ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. താളിപ്പൊഴിച്ച് കൊടുക്കാം. 2 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. തുറന്ന് നോക്കാം. നമുക്ക് നല്ല സാമ്പാറായിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഉണ്ടോ, നല്ല സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മുരിങ്ങയും പരിപ്പും കൊണ്ട് ഇങ്ങനത്തെ ഒരു സാമ്പാർ വെച്ച് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ തേങ്ങ വറുത്ത് ചേർത്ത കാരണം കൊണ്ട് നമുക്കിത് ഒരാഴ്ച ഇരുന്നാലും നമുക്കിത് കേടാവില്ല. ഉണ്ടോ, നല്ല അടിപൊളി സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.